ഈ വിമാനം പറത്തിപ്പിക്കാൻ പോവുകയാണ്. ഈ ഹെലികോപ്റ്ററാണ് ഇത്. എയറോ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് ഇത്. ഈ പറത്തിക്കുന്ന ആളെന്ന് പറയുന്നത് ചെറിയ ആളല്ല. വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറിക്ക് ആധാരമായിട്ടുള്ള സജി തോമസ് ചേട്ടനാണ് ഈ ചെറിയ കൊച്ചു വിമാനം പറത്തിപ്പിക്കാൻ പോകുന്നത്. ഇതിപ്പോ പറക്കാവുന്ന കണ്ടീഷനിലാണ്. ഇത് വലിയൊരു പ്ലെയിൻ ആണ്. അപ്പൊ ഇവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് പകുതി കൂടുതൽ ഡിസ്മാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ടെയില് വിങ്സ് ഒക്കെ വരാനുണ്ട്. അന്ന് 2014 ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യുന്ന 2014 അപ്പൊ അന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറൌണ്ട് 14 lakhs അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് പപ്പ പറയുന്നത്. കാരണം ഇത് 6 വർഷം കൊണ്ടാണ് എടുക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പതിയെ പതിയെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് 6 വർഷം കൊണ്ടാണ്. അവസാനം നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ ഒട്ടും വരുമാനം ഇല്ലാത്ത കാലഘട്ടത്തിൽ സ്വപ്നം കാണുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഈ ഒരു സ്വപ്നം കാണുമ്പോൾ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രായോഗികമാക്കാമെന്ന് അച്ഛൻ ചിന്തിച്ചു തുടങ്ങിയത് അറിയാവോ? പണ്ട് പപ്പയുടെ ചെറുപ്പകാലത്ത് വീടിന്റെ സൈഡിൽ റബ്ബർ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മരുന്ന് തളിക്കാനായിട്ട് മുംബൈയിൽ നിന്നൊക്കെ ഹെലികോപ്റ്റേഴ്സ് വരുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് പപ്പ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അന്ന് മുതലേ ഈ പറക്കുന്ന സാധനങ്ങളോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം അന്ന് അവരുടെ അടുത്ത് പോയി നിൽക്കുകയും അവരോട് സംസാരിക്കുകയും അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക്, ഒരു ഇൻട്രസ്റ്റിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് അവർ ഓരോ സീസണിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അടുത്ത സീസണിൽ വന്നപ്പോൾ അവരുടെ ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോഡൽ പപ്പ ഉണ്ടാക്കിയായിരുന്നു. ഒരു കയറി ഇരിക്കാൻ പറ്റിയൊരു മോഡൽ 1989. അപ്പം അന്ന് തൊട്ട് തുടങ്ങിയതാണ് പപ്പയുടെ ഈ ഒരു പാഷൻ. ആദ്യ കാലഘട്ടത്തിൽ ഇത് കണ്ടു. അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിയതൊക്കെ? അത് ആദ്യ കാലഘട്ടങ്ങളിൽ പപ്പ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ടൈമിലൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അങ്ങനെ അവര് പിറ്റേ വർഷം വന്നപ്പോൾ അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയത്. ഇവിടെ പല സ്ഥലത്ത് പോയിട്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് ആ ഒരു ടൈമിൽ അത് ഉണ്ടാക്കിയത്.